തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് നല്ല ദിവസം ആരംഭിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഓർഡിനറി ബസ്സിൽ യാത്ര ആരംഭിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച പ്രഭാതത്തിൽ. അവർക്ക് പേഴ്സ് തിരഞ്ഞ് ചില്ലറ പൈസയുണ്ടോ എന്ന് വ്യാകുലപ്പെടേണ്ടതില്ല. നേരെ കൈയും വീശി ഓർഡിനറി ബസ്സിൽ കയറി യാത്ര ആരംഭിക്കാം. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിട്ടോ? പുരുഷന്മാരും സ്ത്രീകളെ പോലെ തന്നെ വ്യഥ അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന, കൂലിപ്പണി ഒക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാരുടെ വേദന ആരാണ് കാണാനുള്ളത്? കാണാൻ ഞാനുണ്ട് എന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ നൽകുന്നതിനെ എതിർക്കുന്നില്ലെന്നും എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പുരുഷന്മാരുടെ പ്രശ്നങ്ങളും സർക്കാർ പരിഗണിക്കണമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. സ്ത്രീകൾക്ക് മാത്രമായുള്ള സൗജന്യത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിലും KSRTC ബസ്സുകൾ തടയുന്നത് പോലുള്ള നടപടികൾ ശരിയല്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഇതിന്റെ കാര്യം ഇത് ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കണം എന്നുള്ളതല്ല പുരുഷാവകാശ പ്രവർത്തനം. KSRTC ബസ്സിൽ പുരുഷനും കൂടി ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുക്കണ്ട എന്നുള്ള സമീപനം നമുക്ക് ആർക്കുമില്ല. സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുത്താൽ ബസ് തടയണം എന്ന് പറയുന്ന സമീപനം ആർക്കുമില്ല. ബസ് തടയുന്നത് പോലുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റാണ്. ഏറ്റവും മിതമായി സ്ത്രീകളെ അനുകൂലിച്ച് സ്ത്രീകൾക്ക് പരിഗണനയും മുൻഗണനയും കൊടുക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്നാൽ പുരുഷനെ അവഗണിക്കരുത് എന്ന് മാത്രമാണ് ലിമിറ്റഡ് പോയിന്റ്.